ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആദ്യം സംഭവിക്കുക അയാളുടെ കണ്ണ് യാത്ര പറയാണ് ചെയ്യുക. ഫസ്റ്റ് ഭൂമിയിൽ നിന്നും നോട്ടാണ് അവസാനിപ്പിക്കുക. ആദ്യം കണ്ണുകൊണ്ടാണ് യാത്ര പറയുന്നത്. നോട്ടം ആദ്യം അവസാനിപ്പിക്കും. നോട്ടം അവസാനിച്ചു കഴിഞ്ഞാൽ ഇയാൾ ആരെയാണ് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാവൂല. അയാൾക്ക് മാത്രമാണ് കാണുക. ഹയാത്തിലുള്ള ആൾക്കാരെയും കാണും, മരിച്ച ആൾക്കാരെയും കാണും. ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ആരെയാണോ ഇഷ്ടപ്പെട്ടത് ആ ആളെ മരിക്കുമ്പോൾ കാണും. അത് ബദിരീങ്ങളായി കിട്ടണം. അതിനുള്ള മജ്‌ലിസ് നൂറ്. കട്ടിലും ഇങ്ങനെ നീണ്ടു തീർന്ന് കിടക്കുമ്പോൾ എവിടെയാണെങ്കിലും, പെരയിലാണെങ്കിലും ആശുപത്രിയിലാണെങ്കിലും എവിടെയാണെങ്കിലും 313 ബദിരീങ്ങൾ വന്നിട്ട് വട്ടത്തിൽ ഇങ്ങനെ നിൽക്കണം. അതിനാണ് ഐദലി ശിഹാബ് തങ്ങൾ ബാബ മജ്‌ലിസ് നൂറ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. കടം വീടൽ അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കാണ്. പെരപ്പണി തീരൽ അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കായിട്ടാണ് നടക്കും. മുതലിൽ ബർക്കത്തുണ്ടായാലും അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കായിട്ടാണ് നടക്കും. മക്കളെ കല്യാണം ശരിയായാലും അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കാണ് നടക്കും. കുട്ടികൾക്ക് നാഫിയ ഇൽമ പഠിയാലും അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കായിട്ടാണ് നടക്കും. ഏത് ശരിയായാലേ ആഖിബത്തിന് ശരിയാവുമ്പോൾ. അതിനാണ് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് മജ്‌ലിസ് നൂറിൻ്റെ നിയ്യത്ത് എന്താ? ആഖിബത്ത് നന്നാവല്. അങ്ങനെയാണ്. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിന് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെയായിരിക്കും മരിക്കുക. ഉറക്കത്തിൽ സൂക്ഷ്മതയുണ്ടോ? മരണത്തിൻ്റെ സമയത്ത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉറങ്ങുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു പുതിയ വസ്ത്രമുണ്ടായിരുന്നു എന്നാണ് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ ഏതാ ധരിക്കുക? ഉള്ളിലേക്ക് കീറിയത്. അതുകൊണ്ട് തന്നെ മരിക്കുമ്പോഴും ഉള്ളിലേക്ക് കീറി എടുക്കേണ്ടി വരും. വെള്ളത്തുണി വെള്ളക്കുപ്പായ എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ഉണ്ടല്ലോ ഒരു നല്ല കള്ളിത്തുണി അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉറങ്ങുമ്പോൾ ധരിക്കാൻ ഒരു പുതിയ വസ്ത്രമുണ്ടായിരുന്നു എന്ന് സയ്യിദുന ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. അതന്നെ. അതുകൊണ്ടാണ് വൃത്തിയുള്ള സ്ഥലത്ത് കടന്നിട്ട് ഉറങ്ങണം എന്ന് പറയണത്. എങ്ങനെയുണ്ട് ഉറങ്ങരുത്. എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും. കാരണം നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിശീലനം നേടുന്നത് ഉറങ്ങാനാണ്. അതിനാൽ ഉറക്കം പോലെയായിരിക്കും മൗത്ത്. നല്ലോണം സൂക്ഷിക്കണം എന്നാണ് ഒന്ന് പറഞ്ഞത്. രണ്ടാമത് ഞാൻ പറഞ്ഞത് ആഖിബത്ത് കേടുവരുത്തുന്ന ചില ഘടകങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കൽ. ആഖിബത്ത് കേടുവരുത്തും. ഗുരുവിനെ നിസ്സാരമാക്കൽ ആഖിബത്ത് കേടുവരുത്തും. ഉസ്താദുമാരെ നിസ്സാരമാക്കിയാൽ ആഖിബത്ത് കേടുവരും. ഗുരുവിനെ നിസ്സാരമാക്കൽ, മാതാപിതാക്കളെ ഇൻസൾട്ട് ചെയ്താലും മാതാപിതാക്കളെ പേരുകൊണ്ട് അഭിസംബോധനം ചെയ്താലും ആഖിബത്ത് കേടുവരും. മാതാപിതാക്കളെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്താൽ ആഖിബത്ത് കേടുവരും. അങ്ങനെ ആഖിബത്ത് ചീത്തയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. നല്ലോണം സൂക്ഷിക്കണം. അതിന് മനുഷ്യന് ശക്തി നൽകുന്ന ചില കാരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, എല്ലാ കാര്യങ്ങൾക്കും ഒളു ഉണ്ടായിരിക്കുക. 2, എല്ലാ കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ല. 3, വലത്തേതിനെ മുന്തിക്കുക. അവിടെയാണ് നമ്മൾ പറഞ്ഞെത്തിയത്. പ്രത്യേകിച്ച് 4 കാര്യങ്ങൾ വലത്തേത് കൊണ്ട് മാത്രമേ ചെയ്യാവൂ. തിന്നുക, കുടിക്കുക, കൊടുക്കുക, വാങ്ങുക. 4 കാര്യം വലത്തേത് കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. തിന്നുക, കുടിക്കുക. അത് ചോറയിച്ചതിൻ്റെ ശേഷം പിന്നെ വെള്ളം കുടിക്കുകയാണെങ്കിലും ശരി, വലത്തേതുകൊണ്ട് കുടിച്ചാൽ മതി. കല്യാണത്തിനാണെങ്കിൽ ഡിസ്പോസബിൾ ഗ്ലാസ്സാണ്. നമ്മളെ കുടി കഴിഞ്ഞാൽ വലിച്ചെറിയും. പിന്നെ ഇടത്തേതുകൊണ്ട് കുടിക്കേണ്ട ഒരു ആവശ്യമില്ല. പെരയിലാണെങ്കിൽ നമ്മൾ തന്നെ ഒന്നാണ് കഴുകി വെച്ചാൽ മതി. അപ്പോഴും അതിൻ്റെ ആവശ്യമില്ല. ഹോട്ടലിലാണെങ്കിൽ കഴുകാനുള്ള പൈസയും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോഴും അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്തിനാ ഇടത്തെ കൈ? പിന്നെ ആൾക്കാരുടെ ഇടയിലാകുമ്പോൾ ഒരു ഐബ് ഉണ്ടാകരുത്. അതിനെന്ത് ചെയ്യണം? ദേശം അടിക്ക് പിടിക്കണം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കണം. ഇങ്ങനെ പിടിച്ചും കണ്ട് എറപ്പാക്കരുത് എന്ന് മാത്രം. വലത്തേതുകൊണ്ടേ പിടിക്കാവൂ. പക്ഷെ പിടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ ഐബില്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും തിന്നുക, കുടിക്കുക, കൊടുക്കുക, വാങ്ങുക. 4 കാര്യം വലത്തേതുകൊണ്ട്. എന്നാൽ ചോറയിക്കാൻ കഴുകേണ്ടത് വലത്തേ കൈയല്ല. ചോറയിക്കാൻ വേണ്ടി കഴുകേണ്ടത് 2 കൈയുമാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴുകേണ്ടത് കൈ കഴുകണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വായയും കഴുകണം. ഏത് കൈ? 2 കൈയും കഴുകണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും 2 കൈയാണ് കഴുകേണ്ടത്. വലത്തേത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നാലും ഏത് കഴുകണം? ഇടത്തേത് കഴുകണം. അതെന്താണ്? അതിന് ഇത്തിബാഅ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതാണ് കാരണം. വേറൊരു കാരണം വേണ്ട.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്താൽ പിന്നെ അതിന് വേറെ കാരണമൊന്നും വേണ്ട, നബി തങ്ങൾ ചെയ്തു എന്നുള്ള തന്നെ കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 2 കൈ കഴുകുന്നത്? വായിലേക്ക് എന്തൊരു സാധനം വെക്കുകയാണെങ്കിലും വലത്തേതുകൊണ്ടാണ് വെക്കേണ്ടത്. അങ്ങനെ മീൻ തിന്നപ്പം മുള്ളു കുടുങ്ങി എന്നാൽ പിന്നെ വലത്തേതുകൊണ്ട് എടുക്കാൻ പാടില്ല. വായിൽ നിന്നൊരു സാധനം തിരിച്ചെടുക്കേണ്ടത് തല ഇടത് വശത്തേക്ക് തിരിച്ചു പിടിച്ചതിന് ശേഷം ഇടത്തെ കൈ കൊണ്ടാണ് എടുക്കേണ്ടത്. അതിനു വേണ്ടിയാണ് ഇടത്തെ കൈ ആദ്യം കഴുകി വെച്ചിട്ടുള്ളത്. ഭക്ഷണം കഴിക്കാൻ 2 കൈയാണ് കഴുകേണ്ടത്, കഴിക്കേണ്ടത് വലത്തേതുകൊണ്ടാണ്. ഇങ്ങോട്ട് എന്തെങ്കിലും എടുക്കണമെങ്കിൽ വലത്തേതുകൊണ്ട് എടുക്കാൻ പറ്റൂല, അത് ഇടത്തേതുകൊണ്ടാണ് എടുക്കേണ്ടത്. അതിനാണ് ഇടത്തെ കൈ ആദ്യം കഴുകി വെച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ കൈ കഴുകാൻ ശീലിപ്പിക്കണം. കുട്ടികൾക്ക് വേണ്ടി ഉമ്മമാർ ബിസ്മി ചൊല്ലണം. കുട്ടികൾക്ക് വേണ്ടി ഉമ്മമാർ കൈ കഴുകണം. ഏത് കൈ? 2 കൈ കൊണ്ട് കഴുകണം. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഉമ്മ കൈ കഴുകണ്ടേ? ഏത് കൈ? 2 കൈയും കഴുകണം. കുട്ടികൾക്ക് വേണ്ടി ഉമ്മ ബിസ്മി ചൊല്ലണം. എങ്ങനെ ചൊല്ലുക? മറ്റൊരാൾക്ക് വേണ്ടി ചൊല്ലുന്ന ബിസ്മിയാണെങ്കിൽ അയാൾ കേൾക്കുന്ന തരത്തിൽ ചൊല്ലണം. അപ്പൊ കുട്ടിക്ക് വേണ്ടി ബിസ്മി ചൊല്ലുമ്പോൾ കുട്ടി കേൾക്കുന്ന രൂപത്തിൽ ചൊല്ലണം. ഉമ്മ അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മനസ്സ് ചൊല്ലിയിട്ടൊന്നും കാര്യമില്ല. ആ മറ്റൊരാൾക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്യണമെങ്കിലും അയാൾ കേൾക്കണം. അപ്പൊ അയാൾ കേൾക്കുന്ന തരത്തിൽ. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി ബിസ്മില്ലാണ്. ബിസ്മില്ലാന്ന് രേശം ഉറക്ക ചൊല്ലണം. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരാൾ ബിസ്മില്ല മതിയാവും, പക്ഷെ ഉറക്കം ചെല്ലണം. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണ്, എല്ലാവർക്കും കൂടി ഒരാൾ ബിസ്മില്ല മതിയാവും, പക്ഷെ ഉള്ള നിബന്ധന എന്താണ്? ഉറക്ക ചെല്ലണം എന്നതാണ്. എല്ലാവരും കേൾക്കണം. ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ബാങ്ക് കൊടുക്കുകയാണ്, മറ്റൊരാൾ കേൾക്കണം. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ബാങ്ക് കൊടുക്കുകയാണ്, ആരും കേൾക്കണ്ട. ജമാഅത്തിന് ബാങ്ക് കൊടുക്കുകയാണ്, ഒരാളെങ്കിലും കേൾക്കണം. എല്ലാവരും കേട്ടാൽ എല്ലാവർക്കും നന്നായി, ഒരാളെങ്കിലും കേൾക്കുക എന്നുള്ളത് അതിൻ്റെ നിബന്ധനയാണ്. എന്നതുപോലെ കുട്ടികൾക്ക് വേണ്ടി ബിസ്മി ചെല്ലുമ്പോൾ കുട്ടി കേൾക്കണം. അപ്പോൾ വലത്തേതിനെ മുന്തിക്കല ഞാൻ പറഞ്ഞത്. ചെരുപ്പ് ധരിക്കുകയാണ്, ആദ്യം വലത്തേ കാല് ധരിക്കുക. വാഹനത്തിൽ കയറുകയാണ്, വലത്തേ കാല് വെച്ച് കയറുക. ഇന്ന് വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് ഉള്ളത് വലത്തേ കാൽ വെച്ച് കയറാവുന്ന തരത്തിലല്ല. അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്, നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. അപ്പം എന്ത് വേണം? ലേശം സൂക്ഷ്മത വേണം, എന്നാലേ നടക്കുള്ളൂ. വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് വലത്തേക്കാൽ വെച്ച് കയറുന്ന രൂപത്തിലല്ല. അതിന് വേറൊരു സംഭവം കൂടി ഉണ്ട്. വണ്ടിയൊക്കെ ആദ്യം കയറുക ഡ്രൈവറായി കയറാം, ഓൻ തന്നെ ഇടത്തെ വെച്ച് കയറിയാൽ പിന്നെ എന്തിനാ പറ്റുക? ബാക്കിയുള്ളവരൊക്കെ പിന്നെ കയറണമല്ലേ. അപ്പം എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഒന്നുകിൽ സ്റ്റെപ്പിൽ ചവിട്ടണം വലത്തേതുകൊണ്ട്, എന്നിട്ട് കയറണം. അല്ലെങ്കിലോ ആദ്യം ഇരുന്നിട്ട് പിന്നെ കാലെടുത്തിട്ട് വലത്തേത് ആദ്യം വെക്കണം. സൂക്ഷിച്ചാലേ നടക്കുള്ളൂ. നമ്മളെ നാട്ടിൽ ഗൾഫിലാകുമ്പോൾ പിന്നെ വലത്തേക്കാൽ വെക്കുന്ന രൂപത്തിലാണ് ഡ്രൈവിംഗ് സീറ്റ് ഉള്ളത്. നമ്മളെ നാട്ടിൽ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ ഇടത്തെ കാല് വെച്ച് കയറുന്ന രൂപത്തിലാണ് ഡ്രൈവിംഗ് സീറ്റ് ഉള്ളത്. ഇതൊക്കെ സൂക്ഷിച്ചാലേ നടക്കുള്ളൂ. ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യണത് തന്നെയല്ലേ. നല്ല ചങ്ങായിമാർ, അതുകൊണ്ട് അതിങ്ങനെ പറയണതേ അല്ലേ, അല്ലാത്തതുകൊണ്ടാണ് പറയേണ്ടി വന്നത്. ഒരു പെണ്ണ് എടി കാത് കുത്തും, ഞാൻ അവിടെ പോയിരുന്നാണ് നിങ്ങളവിടെ പോയിരുന്നാണ് ആ തിണ്ടത്ത് പോയിരിക്കും. അത് ആ ക്ലാസ് ഇരിക്കണോടത്ത് അവിടെ പോയിരുന്നിട്ട് ഇന്നെ നോക്കി എല്ലാവരും. അവിടെ ഇരുന്നാൽ മതി, പക്ഷെ നീച്ചരുത്, കുഴപ്പമൊന്നുമില്ല, നീക്കരുത്, ഇരിക്കണോടത്ത് ഇനി ചന്തി ഇളകരുത്. എവിടെയെങ്കിലും ഇരിക്കണം, നിങ്ങൾ ഇരിക്കണം. ഞാൻ ഇരിക്കണോടൊന്ന് നീക്കരുത് കേട്ടോ. നിങ്ങൾ നല്ല നിലക്ക് ഇരുന്നാലും നിങ്ങൾക്ക് വേണ്ടി അവസാനം ഞാൻ തോരക്കും. ഞാൻ ഇരിക്കണോടൊന്ന് ഇളകാതെ ഇരിക്കണം, എന്നാലുള്ള നടക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഒരു നല്ല കുട്ടികൾ അല്ലാഹു തആല സാലിഹാത്തുകളിൽ ചേർക്കട്ടെ. നമ്മളെ കുട്ടികളൊക്കെ അല്ലാഹു തആല സാലിഹ്യങ്ങളാക്കട്ടെ. അവർക്കും നമുക്കും നാഫിയായ ഇൽമ നൽകട്ടെ, ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. മാലിലും ഔലാദിലും അസ്വാജിലും ബുയൂത്തിലും അള്ളാഹു നമുക്ക് എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ. ഞാൻ 15 ഇനി പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ മറന്നാലോ എന്ന് കരുതിയിട്ട്. പക്ഷെ നിങ്ങളവിടെ നിന്ന് നീച്ചരുത്, അവിടെ തന്നെ ഇരിക്കണം, എന്നാലേ ഇപ്പോൾ അതൊക്കെ സംഗതി ശരിയാവുള്ളൂ കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്.